നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്തു, ക്യാബിനൊക്കെ AC ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അത് നമ്മൾ ഇവിടെ ആയിട്ടാണ് കൊടുത്തതാണ്. സാധാരണ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാമല്ലോ. കണ്ടൻസർ മാത്രമാണ് ഇവിടെ. ഓക്കെ. മറ്റേ കംപ്രസർ മെക്കാനിക്കലാണ്, അത് ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് മെക്കാനിക്കൽ AC വെക്കാനുള്ള ഒരു കാരണം? മെക്കാനിക്കൽ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ട്രിക്കൽ AC വെക്കുമ്പോ എന്താ വെച്ചാല് അത് വണ്ടിയുടെ ടോപ്പില് വരിക, അപ്പൊ വണ്ടിയുടെ ഭംഗി പോകും, ഒരു തൊപ്പി പോലെ വരും. ഇതിപ്പോ നമ്മുടെ വണ്ടിയുടെ ഭംഗി പോകാൻ പാടില്ല, അന്ന് നമുക്ക് AC-യുടെ കൂളിംഗ് വേണം. നല്ല കൂളിംഗ് ഉണ്ട് അത്യാവശ്യം. ഞാൻ അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ബ്ലോവർ ഒക്കെ ഉള്ളിൽ തന്നെ. പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ നമ്മളിപ്പോ ഇതൊക്കെ എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ വണ്ടി ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ളിൽ ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അത് പവർ വിൻഡോ വേണം എന്നുള്ള രീതിയിൽ നമ്മളത് പവർ വിൻഡോ ചെയ്തു. നല്ല ഭംഗിയായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രീമിയം ലുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അടിപൊളി. അപ്പൊ അതുപോലെ തന്നെ ഇവിടത്തെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആണ് കൊടുത്തത് അല്ലേ? ഡബിൾ ആണല്ലേക്കാ, രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന. ഇവിടെ എഞ്ചിൻ കവർ നമുക്ക് കാണാം. എഞ്ചിൻ കവറിന്റെ ഇവിടെ ആണെങ്കിലും ഇവിടെ നമ്മൾ കണ്ടല്ലോ അപ്പോൾസറി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നെക്സ്റ്റ് ആയിട്ട് ഡാഷ്ബോർഡ്. ഇത് ചേഞ്ച് ചെയ്താണോ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഡാഷ്ബോർഡ് നമ്മൾ ഉണ്ടാക്കിയതാണ്. കൈപ്പണി. അത് ഇവിടെ നമുക്ക് ആദ്യ കാലത്ത് നമ്മള് അംബാസഡറുകളിലൊക്കെ ഡാഷ്ബോർഡ് പണിയുന്ന സിസ്റ്റം, അതേപോലെ നമ്മള് പണിത് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി പെയിന്റിംഗ് ഒക്കെ കൊടുത്താണ് അല്ലേ? മെറ്റലാട്ടോ സംഭവം. ഫോർ വീൽ ഡ്രൈവ്. ഇവിടെ 2 സ്വിച്ചുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് എന്തിന്റെയൊക്കെയാണെന്ന് പറഞ്ഞു. ഇത് നമ്മള് ഈ ഗിയറിന്റെ സ്വിച്ച് ഇതിട്ടാലും നമ്മൾ ഗിയർ പവർ ആവുക. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മള് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് ആവും. ഇത് മുകളിലേക്കൊക്കെ ഗിയർ ആവും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിഫറൻഷ്യല് വർക്ക് ആവും. അതുപോലെ തന്നെ ഇത് നമ്മുടെ AC-യുടെ മെയിൻ പവർ, AC-ലേക്കുള്ള മൊത്തം മെയിൻ പവർ AC-യുടെ സ്വിച്ച്. ഇത് പിന്നെ നമ്മുടെ കൺട്രോൾ. ബാക്കിയെല്ലാം നമ്മുടെ അകത്തേക്കുള്ള സ്വിച്ചുകള്, ലൈറ്റിന്റെ സ്വിച്ചുകള്.